നമസ്കാരം. നമസ്കാരം. ഞാൻ വിലാസിനി, ഓഫീസ് സൂപ്രണ്ടാ. ഞാൻ മായ. ഇത് മദർ ആഗ്നസ്. നമസ്കാരം. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ നിലയിലാക്കിയതും എല്ലാം മദറാണ്. മദർ വിലാസിനി നല്ലൊരു നോവലിസ്റ്റാണ്. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അകത്തേക്ക് കയറാം. ആട്ടെ. മനസ്സേ ശാന്തമാകുന്ന നോവൽ വളരെ നന്നായിരുന്നു. മായയെക്കുറിച്ചെല്ലാം ദാമോദരൻ സാർ പറഞ്ഞിട്ടുണ്ട്. ദാമോദരൻ സാറ് ഇവിടുത്തെ ഓഫീസറായിരുന്നു. ഇപ്പോ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. മായയ്ക്ക് ദാമോദരൻ സാറിന് അറിയാമല്ലോ? ആ, അറിയാം. കഴിഞ്ഞ മാസം ഒരു കോൺഫറൻസിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. മായയ്ക്ക് ഈ വീട് തന്നെ കിട്ടിയത് നന്നായി. നല്ല ലൊക്കാലിറ്റിയാ, പേടിക്കാനൊന്നുമില്ല. ദാമോദരൻ സാറിന്റെ മകൻ ട്രിവാൻഡ്രത്താ. ചിലപ്പോ ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വരും. അപ്പോ വീട് മാറേണ്ടി വരും. അത് സാരല്ല, നമുക്ക് വേറെ വീട് അന്വേഷിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരട്ടെ. നല്ല സ്ത്രീ. ഞാൻ വരട്ടെ മോളെ. പുതിയ സ്ഥലമാണ്, സൂക്ഷിക്കണം. കത്രീന, ഞാൻ വരട്ടെ. ആ. ഏത് സാത്താന്റെ സന്തതിയായി പറഞ്ഞത്? വേണ്ട വേണ്ട വേണ്ട, ആരാണെന്ന് ചെങ്ങി വരട്ടെ. അവന്റെ ഒരു പന്ത് കളി കുന്തം. ഇനി ഇങ്ങ് വന്ന് വീടട്ടൊന്ന് കാണി. എന്റെ ബോളവിടെ, എന്റെ ബോളവിടെ. മോളേതാ? എന്റെ ബോളവിടെ. ബോള് തരാം. മോളുടെ പേരെന്താ? എന്റെ ബോളവിടെ. എനിക്ക് പോണം. തരാൻ പറ്റോ ഇല്ലയോ? പേര് പറയാതെ തരില്ല. ദേ, ഒന്ന് നിന്നേ. എന്റെ പേരെന്താന്ന് ചോദിച്ചില്ലേ? എല്ലാരും ചിന്നു മോളിന് വിളിക്കും. ഡാഡി ചിന്നൂന്ന്. കൂടുതൽ ഇഷ്ടം വരുമ്പോ ചിന്നക്കുട്ടിയെന്ന് വിളിക്കും. മാഡം, ഞാൻ കുഞ്ഞാണ്ടി. രണ്ടുമൂന്ന് പേര് കാണാൻ വന്നിട്ടുണ്ട്. ആരാ? എന്താ കാര്യം? യൂണിയൻകാരാ. ആ, വരാൻ പറയൂ. നമസ്കാരം. പുതിയ ലേബർ ഓഫീസറെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാ. ഇരിക്കൂ. കുഞ്ഞാണ്ടി, ഓ, ചായ. ഓ. ഇതാ, ഇതിന്റെ 2 കോപ്പി എടുക്കണം. പിന്നെ ഇൻസ്പെക്ഷൻ പോകാനുള്ള ഫയൽസ് ഒക്കെ എടുത്തു വെക്കണം.
അയ്യോ അയ്യോ ഇതെന്താണ് കുഞ്ഞാണ്ട് കുടിക്കും തോറും ലെവൽ ശരിയാകുന്നില്ലല്ലോ. ചായം തീർന്നു. ഐഡിയ. രുചി വ്യത്യാസം വല്ലതും തോന്നുന്നു. നേതാക്കന്മാർക്ക് ഇതൊക്കെ മതി, ഇത് മതി. അപ്പോ ഞങ്ങൾ പറഞ്ഞ കാര്യം പെട്ടെന്നൊരു തീരുമാനം. എന്തായാലും ഞാൻ ഫയലുകളൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഓ ചായ ചായ കുടിക്കുന്നില്ലേ? പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. ആഹാ, നീ എപ്പോ വന്നു? നാളെ വരുന്നില്ലേ പറഞ്ഞിരുന്നു? ആ വീടിന്റെ താക്കോൽ അവിടെ എങ്ങനെ വെച്ചിട്ട് പോന്നാ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എക്സ്ക്യൂസ് മീ. വിലാസിനിയമ്മേ, ഞാൻ ഫാക്ടറി ഇൻസ്പെക്ഷന് പോവാണ്. കൂട്ടത്തിൽ ലേബർ കമ്മീഷണറെ ഒന്ന് കാണണം. എന്റെ മകനാ. ഹലോ. ഹലോ, എന്റെ പേര് ഗോവൻ. ഈ രജിസ്റ്റർ ഇൻകംപ്ലീറ്റ് ആണല്ലോ. 2 ദിവസം കൊണ്ട് എല്ലാം ശരിയായിക്കോളാം. ക്ലാർക്ക് ലീവിലായിരുന്നു. അന്നൊന്ന് ശരിയാക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാനേറ്റ്. കാണേണ്ട രീതിയിലൊന്ന് കണ്ടാ മതി. ഇതാ 10 സംതിങ് വാങ്ങിക്കുന്നത് അതിന്റെ ഒരു മാന്യതയില്ലേ? കൊണ്ടുപോവാ, ഞാൻ ഇനിയും വരാ. ബൈ 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 ബൈ. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ കാറുമായി ഞാൻ വരുമായിരുന്നല്ലോ. ലീവ് രജിസ്റ്ററോടെ ഇപ്പൊ കൊണ്ടുവരാം. ഈ കമ്പനിയുടെ ഉടമസ്ഥനാരാ? കേട്ടില്ലേ? ജയദേവൻ. ജയദേവൻ മുതലാളി. ഇത് മാത്രമല്ല, തിരുവനന്തപുരത്ത് യുണൈറ്റഡ് എഞ്ചിനീയറിംഗ് കമ്പനി, കൊച്ചിൻ ഷിപ്പിംഗ് കമ്പനി, അലൈഡ് കൺസ്ട്രക്ഷൻസ്, അങ്ങനെ പലതും. ഞാൻ ഈ കമ്പനിയുടെ കാര്യമാണ് ചോദിച്ചത്. ഐ എം സോറി. പുതിയ ഓഫീസർ അങ്ങനെ ആള് ചൂടാണല്ലോ. എന്ത് ചൂട് സാരമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കാം. 555 ആണല്ലേ? ഭയങ്കര ഡിമാൻഡാ. ഇത് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഇതില്ലെങ്കിൽ എനിക്കും വലിയ വിഷമമാണ്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചാൽ വേണ്ട 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 ഒരെണ്ണം. ഇത്രയും കാലമായിട്ടും രജിസ്റ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ലേ? എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ചെയ്യാം. അതെന്താ? ഇതിനു മുൻപ് ഇവിടെ ഇൻസ്പെക്ഷൻ ആരും വന്നിട്ടില്ലേ? ജയദേവൻ സാറിന്റെ കമ്പനിയിൽ അങ്ങനെ ആരും ഇൻസ്പെക്ഷന് വരാറില്ല. പറഞ്ഞതിന്റെ അർത്ഥം
മനസ്സിലായില്ല. അർത്ഥം ചോദിച്ച സാധാരണ ഓഫീസർമാരൊക്കെ സാറിന് ഗസ്റ്റ് ഹൗസിൽ പോയാൽ കാണാറുള്ളത്. ആദ്യമായിട്ട് ഒരു ഓഫീസർ ഇൻസ്പെക്ഷൻ ഇവിടെ വരുന്നത്. ആ, സാറ് നാളെ ഡൽഹിയിൽ നിന്ന് വരും. വന്നാൽ വന്ന് കാണാൻ പറയാം. എന്നെ അങ്ങനെ ആരും വന്ന് കാണേണ്ട ആവശ്യമില്ല. ഒരു ഒപ്പിടൂ. ഇല്ലാത്തൊന്നും എഴുതിയിട്ടില്ല. ഇവിടുത്തെ ക്രമക്കേടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദൈവമേ, കുഴയ്ക്കോ? ചിന്നുമോളെ, ചിന്നുമോളെ, ചിന്നുമോളോട് പോയി. അവിടെ അപ്പുറത്ത് എവിടെയുണ്ട്. ആ, ജയേട്ടന്റെ ഫോൺ വന്നിരുന്നു. ചേട്ടൻ എന്ന് വരും? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഇങ്ങോട്ട് വിളിച്ചില്ലേ? ഇവിടെ ഫോൺ ഡിസോർഡർ ആയിരുന്നു. ഓഫീസിൽ വിശേഷമൊന്നുമില്ലല്ലോ. ആ, ഒരു പുതിയ ലേബർ ഓഫീസർ വന്നിട്ടുണ്ട്. ഒരു സ്ത്രീയാ, ഏതോ ഒരു മായ, ഒരു വക സാധനം. കുഴപ്പമില്ല ഉണ്ടായോ? വിറപ്പിച്ചു കളഞ്ഞു. എല്ലാ രജിസ്റ്ററും ഫയലിലും റെഡിങ് കൊണ്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, ജയേട്ടൻ വരുമ്പോ എല്ലാം ശരിയായിക്കൊള്ളും. വാ ആന്റി, വരുന്നേ, വാ. ഇതാണ് ഞാൻ പറഞ്ഞ സന്ധ്യ ആന്റി. ഇതാണ് ഡാഡിയുടെ ഓഫീസിലെ മാനേജർ ശങ്കർ അങ്കിൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആന്റി. ഇരിക്കൂ. പേരെന്താ? മായ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ പുതിയ ലേബർ ഓഫീസറുടെ കാര്യം. കുടിക്കാൻ എന്താ? കാപ്പി, ചായ? താങ്ക്സ്, ഒന്നും വേണ്ട. ആദ്യമായിട്ട് വന്നതല്ലേ. ശങ്കർ, കാപ്പി. ആന്റിക്ക് ഞാൻ കൊണ്ടുവരാം കാപ്പി. ഇതാ. ആ, സുശീലേ, ഇത് കോഫി ഉണ്ടാക്ക്. ആ. ലേബർ ഓഫീസ് വന്നിട്ടുണ്ട്. ശരി. അങ്കിൾ അങ്കിൾ, ഉം? ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ? നീ ചുമ്മാ ഇവിടെ ഇരുന്നാ മതി. വല്ലാതെ ഉഷ്ണിക്കുന്നുണ്ടല്ലേ? അതാണ് ഫാന്റെ സ്വിച്ച്. ജയദേവൻ എന്റെ ചേട്ടനാണ്. എനിക്ക് അല്പം ജോലി തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാം. അയ്യോ, കാപ്പി വേണ്ട. എന്തൊരു ഹുങ്ക്! ഫാന്റെ സ്വിച്ച് ഇടാൻ പോലും ആള് വേണം. തുണത്തിന്റെ കൊഴുപ്പേ. അവരെവിടെ? പോയി. എന്തു പറ്റി? ഞാൻ ജയേട്ടന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞില്ല. അവരെ എഴുന്നേറ്റ് പോയി. ഓ, അത് ശരി. ആ, സർക്കാർ ഓഫീസറല്ലേ, മുതലാളിയുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കണ്ടെന്ന് കരുതി കാണും. ഓ, എന്ത് പവറാണപ്പാ. My God. പാവം. കാക്ക ഗാക്കങ്ങ ചാച്ച ജാച്ച ഞാ ഠാട്ട ഠാട്ടന. ഒന്ന് പറയൂ കുട്ടി, കേൾക്കട്ടെ. കാക്ക കാക്ക ഞാൻ. കാക്ക കാക്ക ഞാനല്ല, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. കാക്ക കാക്കങ്ങ ചാച്ച ജാച്ച ഞാ ഠാട്ട ഠാട്ടന ധാത്ത ധാത്തന ഭാപ്പ ഭാപ്പമ എരലവശ സഹളരാക്ഷ. ഇങ്ങനെ പഠിച്ചാൽ
സംഗീതം വേറെ പഠിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. ആന്റി എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. വിളിച്ച പോലെ തോന്നി. ഇല്ല, മോള് ചെന്ന് പഠിക്കേ. മാസ്റ്റർ നല്ല ഉറക്കമാ. ഉറക്കാണോ? വേണ്ട ആന്റി, ഉറങ്ങിക്കോട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഒന്ന് നോക്കട്ടെ. പാവം. വാ, അത്ര വലിയ ഉറക്കമൊന്നുമില്ല. ആന്റി ഇവിടെ ഇരി, ഞാൻ പോയി പഠിച്ചോളാം. മോള് നടക്ക്. മാഷേ, മാഷേ, എന്താ മാഷേ, ഉറങ്ങാണോ? ഏയ്, ഇന്നലെ പവർ കട്ടായിരുന്നു, തീരെ ഉറങ്ങാൻ പറ്റിയില്ല. AC ഉണ്ടായിരുന്നില്ല. മോളെ പഠിക്കേ. അരിവാൾ, അരിവാൾ, വാടി വടി, കൂന്തം കുന്തം, കാഠാരി കഠാരി, കോടാലി കോടാലി. കോടാലി വായിക്കൂ കേക്കട്ടെ. കുടാലി. കുടാലി അല്ല, കോടാലി. കോടാലി. ആ, കണ്ട കോടാലി അല്ല, വെറും കോടാലി. മോള് സ്കൂളിൽ പോയോ? പോയി. ഇത് പുതുതായിട്ട് ഇപ്പൊ ഡൽഹിയിൽ ഇറങ്ങിയതേ ഉള്ളൂ. ഇതിൽ പല അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ട്. ഇവിടെ ഒരെണ്ണം ഉള്ളപ്പോ എന്തിനു ചേട്ടാ? ഇരിക്കട്ടെ, ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ലേ. എന്താണോ താൻ പറഞ്ഞ സാധനം തന്നെ അല്ലേ ഇത്? അതെ. അയ്യോ, സമയം ഒരുപാടായി, ഓഫീസിൽ പോണ്ടേ. എനിക്ക് വിശന്നിട്ട് വയ്യ. വാ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പേരൊന്നും പറഞ്ഞില്ല, അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ അവരുടെ താമസം. ഓഹോ. ആ, ചേട്ടൻ ലേബർ ഓഫീസിൽ പോണ്ടേ? ആ. ഗുഡ് മോർണിംഗ് മാഡം. ആഹാ, മിസ്റ്റർ ജയദേവനോ? ഇരിക്കൂ. പുതിയ ഓഫീസർ വന്നിട്ടുണ്ടെന്ന് കേട്ടു, ഒന്ന് കാണണമല്ലോ. ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. ഇരിക്കൂ. സന്ധ്യ മിൽസിന്റെ ഓണർ മിസ്റ്റർ ജയദേവൻ കാണാൻ വന്നിട്ടുണ്ട്. അല്പം ജോലി തിരക്കിലാണ്, പിന്നീട് കാണാമെന്ന് പറയും. ശരി. സോറി മിസ്റ്റർ ജയദേവൻ, ഇപ്പൊ അല്പ തിരക്കിലാണ്, പിന്നെ കാണാമെന്ന് പറഞ്ഞു. വിലാസിനിയമ്മേ, ഉച്ച കഴിഞ്ഞ് ഞാൻ വരില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചാൽ മതി. ശരി. മിസ്റ്റർ ജയദേവന് മായ നേരത്തെ അറിയാമോ? ഇല്ല. ഹലോ, ഹലോ, വിമൻസ് ഹോസ്റ്റലല്ലേ? രാധ ഒന്ന് വിളിക്കാമോ? നിങ്ങൾ ആരാണ്? ഞാൻ രാധയുടെ കസിനാ. എന്റെ പേര് സുജാത. ഒന്ന് വിളിക്കാമോ? ഹോൾഡ് ചെയ്യൂ, വിളിക്കാം. താങ്ക് യു. ഞാനടി സുജാത. സുജാതയോ?
നല്ല ആളാ പറ്റിച്ചളഞ്ഞല്ലോ. പറ്റിക്കാതെ എന്ത് ചെയ്യും? ആണെങ്കിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് വിളിക്കാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം, ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. 10 മണിക്ക് ഞാൻ നമ്മുടെ സ്ഥിരം സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യും. അത് പറഞ്ഞാൽ പറ്റില്ല. 10 മണിക്ക് തന്നെ വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ബൈ. ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരാൻ പറ്റില്ല, പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകും.